വാക്കുകളും ശബ്ദവുമില്ലാത്ത പ്രാർത്ഥന. 65-ാം സങ്കീർത്തനം 1 മുതൽ 13 വരെ. ചിന്തയ്ക്കായിട്ട് 2-ാം വാക്യം. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, സകല ജഡവും നിൻ്റെ അടുക്കിലേക്ക് വരുന്നു. വെല്ലൂർ ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററിന് മുമ്പിലുള്ള ചാപ്പലിൽ ഒരു ഞായറാഴ്ച വൈകുന്നേരം പതിവ് പോലെയുള്ള പ്രാർത്ഥനയും ആരാധനയും നടക്കുകയാണ്. പാശ്ചാത്യ രീതിയിലുള്ള സംഗീതത്തിൻ്റെ മധുരമോഹനമായ ധ്വനി അന്തരീക്ഷത്തിൽ അലയടിക്കുന്നു. ആ പ്രാർത്ഥനാലയത്തിൻ്റെ ഒരു കോണിൽ ഒരു രോഗിണി ഇരിക്കുന്നുണ്ട്. എന്തെന്നില്ലാത്ത ഒരു അസ്വസ്ഥത അവരുടെ മുഖത്ത് പരന്നിരിക്കുന്നു. സമാധാനവും ധൈര്യവും കണ്ടെത്തുന്നതിന് വേണ്ടി അലഞ്ഞ് തിരിയുന്ന ഒരു രോഗിണിയുടെ ദുർബല മനസ്സ് അവിടെ നടക്കുന്ന ആരാധനയിലോ ഹൃദ്യമായ സംഗീതത്തിലോ ലയിച്ചിട്ടില്ല. അത് അവരുടെ മുഖത്ത് നോക്കിയാൽ സ്പഷ്ടമായും മനസ്സിലാകും. അടുത്ത ദിവസം രാവിലെ തൻ്റെ ഓപ്പറേഷൻ നടത്തുന്നതിനെ നിശ്ചയിച്ചിരിക്കുകയാണ്. ഒരു മേജർ ഓപ്പറേഷനാണ്. അതിനെങ്ങനെ നേരിടും? അതാണ് അവരെ അസ്വസ്ഥചിത്തയാക്കിയിരിക്കുന്ന പ്രശ്നം. താൻ മരണത്തിൻ്റെ താഴ്വരയിൽ ഇതിലേക്ക് ഇറങ്ങുകയാണെന്ന് ഒരു തോന്നൽ ഈ വൈദ്യരനെ എങ്ങനെ തരണം ചെയ്യും? വല്ലാത്ത ഒരു ഭയം. എന്നാൽ അവരുടെ അന്തരാത്മാവിൽ നിന്ന് ഉയർന്ന പ്രാർത്ഥന ഈശ്വര സന്നിധിയിൽ എത്തി. വാക്കുകളുടെയോ ശബ്ദത്തിൻ്റെയോ ചട്ടക്കൂടിൽ ഒതുക്കി നിർത്തിയ പ്രാർത്ഥന അല്ലായിരുന്നു അത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ആ രോഗിണിയുടെ അന്തരാത്മാവിൽ നിന്ന് പുറപ്പെട്ട വിചാരധാര മാത്രമായിരുന്നു ആ പ്രാർത്ഥന. അതിന് സ്വർഗത്തോളം പറന്നു വരുവാനുള്ള ശക്തിയുണ്ടായിരുന്നു. ആ രോഗിണി ചാപ്പിൽ നിന്ന് പുറത്തു വന്നത് ഒരു പുതിയ ആളായിട്ടത്രേ. അവരുടെ ഭയമെല്ലാം ഓടിമറഞ്ഞിരിക്കുന്നു. താൻ ദൈവത്തിൻ്റെ അദൃശ്യ കരങ്ങളിൽ സുഭദ്രമായി കാത്തു സൂക്ഷിക്കപ്പെടുന്നു എന്ന ഉറപ്പ് അവരെ ധീരചിത്തയാക്കി തീർത്തു. പ്രാർത്ഥനയുടെ അത്ഭുത ശക്തിയാണ് അവരെ ധൈര്യമുള്ളവളാക്കി തീർത്തത്. പക്ഷേ ഔപചാരികമായ പ്രാർത്ഥനയായിരുന്നില്ല അത്. ആ ചാപ്പലിലെ ആരാധനയ്ക്ക് ഉപയോഗിച്ച അച്ചടിച്ച പ്രാർത്ഥനാ ക്രമത്തിലോ സംഗീതത്തിലോ അവരുടെ മനസ്സ് ലയിച്ചിരുന്നില്ല. പക്ഷേ ഏകാന്തതയുടെ ഊടുവഴിയിലൂടെ സഞ്ചരിച്ച തൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വന്ന വിചാരധാര ദൈവസന്നിധിയിലെത്തി. അതായിരുന്നു അവരുടെ പ്രാർത്ഥന. അതിന് ഭാഷയോ വാക്കുകളോ ശബ്ദമോ ഇല്ലായിരുന്നു. നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും വെറും ശബ്ദം മാത്രമായിരിക്കും. വെള്ളത്തിലെ കുമിള പോലെ, അകത്തൊന്നുമില്ലാത്ത പ്രാർത്ഥന. പലരും പ്രാർത്ഥന ചൊല്ലുന്നവർ മാത്രമാണ്. എന്നാൽ ഹൃദയാന്തർഭാഗത്തു നിന്ന് പുറപ്പെടുന്ന വിചാരത്തിന് ശബ്ദരൂപം നൽകാതെ പ്രാർത്ഥന ഉരുവിടുന്നത് യഥാർത്ഥ പ്രാർത്ഥനയായിരിക്കുകയില്ല. ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റിലെ രാജാവിൻ്റെ പ്രാർത്ഥന ദയനീയമായി പരാജയപ്പെട്ടത് എങ്ങനെയാണെന്ന് പറയുന്നത് നോക്കുക. ചിന്തകൾ താഴെ സ്ഥിതി ചെയ്യുകയും വാക്കുകൾ മുകളിലേക്ക് പറന്നു പോവുകയും ചെയ്യുന്നു. ചിന്താശൂന്യമായ വാക്കുകൾ ഒരിക്കലും സ്വർഗത്തിലെത്തുന്നില്ല. നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും ചിന്താശൂന്യമായ വാക്കുകൾ മാത്രമായിരിക്കുകയല്ലേ? പ്രാർത്ഥന ഫലിക്കാതിരിക്കുന്നതിനുള്ള കാരണം മറ്റൊന്നുമല്ലെന്നുള്ളത് സ്പഷ്ടം. ഓർക്കണമേ, ദൈവത്തിൻ്റെ നേരെ ഒരടി നടക്കുന്നവൻ്റെ സമീപത്തേക്ക് അവിടുന്ന് ഓടി വരും. മർക്കോസ് എഴുതിയ സുവിശേഷം 11:24. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃ ശുശ്രൂഷയിൽ എളിയ ദാസൻ.